ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു വീഡിയോ ആണ്. ഞാനിത് പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോ സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തമ്പനിയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന്. അപ്പോൾ ഞാൻ ജോബ് പരമായിട്ടുള്ള UAE എക്സ്പീരിയൻസ്, എങ്ങനെ നമുക്ക് ജോബിൽ നോക്കണം, കാര്യങ്ങൾ എല്ലാം കൂടെ ഷോർട്ടായിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു 5 years ആയി ഇവിടെ. അപ്പോൾ ഈ ഒരു 5 yearsൽ എൻ്റെ ഇങ്ങോട്ടുള്ള ജോബിൻ്റെ മാത്രം ജേണി എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ നോർമലി ഇപ്പം ഞാൻ ആദ്യം ഇപ്പം UAE വന്ന സമയത്ത് ഒരു രണ്ടാമത്തെ കമ്പനിയാണ് ഞാനിപ്പോൾ റിസൈൻ ചെയ്തത്. രണ്ടാമത്തെ കമ്പനി ഇപ്പം ആദ്യം വർക്ക് ചെയ്ത കമ്പനി ആദ്യം അബുദാബിയിലായിരുന്നു. അപ്പോൾ അബുദാബിയിൽ എനിക്ക് തോന്നുന്നു സെയിം ബ്രാഞ്ചിൽ തന്നെ അബുദാബി ഷാർജയായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2.5 വർഷത്തോളം, മാക്സിമം 3 വർഷത്തോളം ഞാൻ സെയിം കമ്പനിയിലായിരുന്നു. ആ ഒരു കമ്പനിയിൽ എനിക്ക് ആദ്യം ജോബിന് ഇൻ്റർവ്യൂ കിട്ടിയ സമയത്താണെങ്കിൽ പോലും എനിക്ക് വേറെ ഒന്നും ചൂസ് ചെയ്യാൻ അറിയില്ല. സത്യം പറയിച്ചില്ല, ആ ഒരു ജോലി എങ്ങനെ ആയിരിക്കും എന്നറിയില്ല. ഞാൻ എന്നിട്ടും ഓക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ജോലി ചെയ്തതും. എൻ്റെ ഒരു ഫീൽഡ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീലിങ്സ് ആയിരുന്നു. എപ്പോഴും ഒരു സ്ട്രഗിളിങ് സ്റ്റാർട്ടിങ് ഒക്കെ സ്ട്രഗിളിങ് ആയാൽ പോലും പിന്നീട് ഞാൻ ആ ജോലിനെ എന്താ പറയുക എൻ്റെ ഒരു ഫീൽഡാക്കി എടുത്തിട്ട് തന്നെ ഞാൻ ചെയ്തു കേട്ടോ. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു പിന്നെ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിങ്ങനെ പോയാൽ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പം കണ്ടിന്യൂ ചെയ്ത് പോകണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ജോലിനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ അങ്ങനെ ചെയ്തു തുടങ്ങി. ഒരു 2-3 വർഷത്തോളം ആ കമ്പനി തന്നെ വർക്ക് ചെയ്തു. പിന്നെ എന്താ പറയുക കുറച്ചൊരു സ്ട്രഗിളിങ് സ്റ്റേജ് പിന്നീട് വരാൻ തുടങ്ങി. ഇപ്പോൾ ബ്രാഞ്ചൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ആയ സമയത്താണ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തത്. അങ്ങനെ അവിടുന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാനൊരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇപ്പോൾ പ്രീവിയസ് കമ്പനിയിൽ വർക്ക് ചെയ്ത ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തത്. അത് ദുബായിൽ ഗോൾഡ് സൂക്കാണ്. ഇതൊരു അറബിക് കമ്പനിയാണ്. ആദ്യം വർക്ക് ചെയ്തൊരു മലയാളിയാണ്. ഇത് അറബിക് വിത്ത് സുഡാൻസ് അങ്ങനെയുള്ളൊരു കമ്പനി. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം പോയ സമയത്തുള്ളൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മറ്റേ ഫസ്റ്റത്തെ ഒരു കമ്പനി എന്ന് പറയുകയാണെങ്കിൽ മലയാളീസ് കമ്പനിയാണ്. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തതും പിന്നീട് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 1% പോലും ഒന്നും മാച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം വർക്കിംഗ് ടൈം ആണെങ്കിലും ഇപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലും എന്ത് ഒരു ഫ്രീഡം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. രണ്ട് ടൈപ്പാണെന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഓൾറെഡി വിചാരിച്ചത് എല്ലാ കമ്പനിയും ഇങ്ങനെ ആയിരിക്കും ആദ്യം വർക്ക് ചെയ്ത കമ്പനിയിൽ, പക്ഷേ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. അത് ഞാൻ ഈ ഒരു ലാസ്റ്റ് പ്രീവിയസ് കമ്പനിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ. കാരണം അതിൽ എത്രത്തോളം മുന്നോട്ട് ആ കമ്പനി UAE പോകും അത്രത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസും എൻ്റെ മൈൻഡിൽ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ വർക്ക് ചെയ്ത് അവിടെ റിസൈൻ ചെയ്തു. സത്യം പറയുക റിസൈൻ ചെയ്യണോ എങ്ങനെ റിസൈൻ ചെയ്യുന്നു പോലെ എനിക്കൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് വന്ന സമയത്താണ് റിസൈൻ ചെയ്തതും. സത്യം പറയുകയാണെങ്കിൽ ആ കമ്പനിയിൽ ഞാൻ റിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. കുറച്ചുകൂടെ ഹാർഡാണെങ്കിലും മുന്നോട്ട് പോകാൻ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ടോട്ടലി നമ്മുടെ മൈൻഡ് പോലും എന്താ പറയുക ഭയങ്കര ഡൗൺ ആയി പോകുന്നൊരു സിറ്റുവേഷൻ വന്ന സമയത്താണ് അവിടുന്ന് റിസൈൻ ചെയ്തു. ഞാൻ ഒരു 2 മാസം നാട്ടിൽ പോയി തിരിച്ച് റിട്ടേൺ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുതിയൊരു ജോബ് നോക്കിയത്. പുതിയ ജോബ് നോക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നൊരു മാക്സിമം ഒരു 2-3 മാസത്തിനുള്ളിൽ സെറ്റായി കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യാൻ പോയ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കുമേ ഒന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ അപ്പോഴും ചോദിച്ചു, ഇന്ത്യൻസ് ആകെ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ കൺട്രീസൊക്കെ ഉള്ളതൊക്കെ ഡിഫറെൻറ്റാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് പോലെ എനിക്കറിയില്ല. എൻ്റെ മൈൻഡിൽ പഴയ കമ്പനി പോലെ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഞാൻ കൂളായിട്ടൊക്കെ ഇങ്ങനെ ടെൻഷനും എന്താ പറയുക ഒരു സമാധാനക്കേടെന്ന് അറിയില്ല അങ്ങനെ പോയ സമയത്താണ് അവിടെ എല്ലാവരും അറബി മാത്രം സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ സ്റ്റക്ക് കേട്ടോ. ഞാൻ എന്ത് സംസാരിക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് എന്നെ അവിടെ എടുത്തതെന്ന് കേട്ടോ. കാരണം അവർക്ക് നോർമലി ഒരു അറബി സംസാരിക്കുന്ന ആൾക്കാരെയാണ് വേണ്ടത്. കാരണം അത്രയും കൂടുതൽ അവിടെ സംസാരിക്കുന്ന അറബിയാണ്. അധിക സമയത്തും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ബോസ് ആണെങ്കിൽ പോലും നല്ല ക്യാരക്ടറാണ്, മാനേജ്മെൻറ്റ് അടിപൊളിയാണ്. എനിക്ക് സത്യം പറയുക അവിടെ എത്തിക്കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഫീലിംഗ് ബെറ്റർ ആയിരുന്നു. കാരണം എനിക്ക് എന്താ പറയുക ഞാൻ ആഗ്രഹിച്ചൊരു ജോബ് ഇങ്ങനത്തെ ആണെന്നുള്ളൊരു മൈൻഡിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു.
ഒരു സമയത്താണ് ഞാൻ ഫസ്റ്റ് ജോയിനിങ് ഡേ പറഞ്ഞുതരാം. ജോയിനിങ് ഡേ പോയ സമയത്ത് എല്ലാവരും ഇങ്ങനെ അറബി സംസാരിക്കുന്നത്, ഞാൻ മാത്രം ഇങ്ങനെ മലയാളം ഇംഗ്ലീഷും ഇങ്ങനെ വെച്ച് ഇങ്ങനെ മൈൻഡിലിങ്ങനെ വെച്ചിരിക്കുക. ആ ഒരു സമയത്ത് ഞാൻ എനിക്കറിയുന്നത് ഇംഗ്ലീഷാണ്. പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ചപ്പം എന്താ പറയുക, ഓക്കെ എന്താ പറയുക, എല്ലാവരും കൂടെ റിപ്ലൈ തരാൻ തുടങ്ങി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം. അപ്പോൾ ഇത് ലോങ് വീഡിയോ പോലെ ആയിട്ട് ഞാൻ പാർട്ടായിട്ട് ഇടാൻ വിചാരിച്ചതാണ്. ഓക്കെ, ബൈ ബൈ.